ഹലോ ഗൈസ്, ക്രിപ്റ്റോമേനിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇന്നലെ വന്നിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ട് ഹാംസ്റ്റർ കോമൻറ്റ് വന്നിട്ടുള്ള അപ്ഡേറ്റ്, അതായത് പ്ലേ ഗ്രൗണ്ടിൻ്റെ അപ്ഡേറ്റ് ആണ്. അപ്പോൾ അതിൽ കറക്റ്റായിട്ട് കീകൾ ഡിസോണസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഫേക്ക് ആയുള്ള കീസ്, AI ജനറേറ്റഡ് കീസ് യൂസ് ചെയ്ത ആൾക്കാരുടെ അക്കൗണ്ട്സ് അവർ മോണിറ്റർ ചെയ്യുന്നതാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് അപ്ഡേറ്റ് വന്നതോടുകൂടി നമ്മൾ പേജിൽ ഷെയർ ചെയ്തപ്പം നമുക്ക് കുറേ DMs വരുന്നുണ്ട്. എങ്ങനെയാണ് അക്കൗണ്ട് ബാൻ ചെയ്യോ, അല്ലെങ്കിൽ ഇതിൻ്റെ ഫർദറായിട്ടുള്ള എന്തൊക്കെ ആക്ഷൻസ് ആയിരിക്കും എടുക്കാൻ ചാൻസ് ഉണ്ടാവാമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെയിം ഫാക്റ്റാണ്. അപ്പോൾ ഈ വീഡിയോ കാണേണ്ട ആൾക്കാരെന്ന് പറഞ്ഞാൽ ഫേക്ക് ആയുള്ള കീസ് യൂസ് ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവസാനം വരെ കാണാം, അല്ലാത്തവരാണെങ്കിൽ ഈ വീഡിയോ കാണേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് 3 പോസിബിലിറ്റീസാണ് ഇതിൻ്റെ റിസൾട്ടായിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഈ 3 പോസിബിലിറ്റീസ് നമ്മൾ ജസ്റ്റ് ഊഹങ്ങളല്ല പറഞ്ഞത്. അത് മുന്നത്തെ പല പ്രോജക്റ്റുകളും എല്ലാ പ്രോജക്റ്റുകളും എന്താണ് ഇങ്ങനൊരു മെക്കാനിസം ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് എയർ ഡ്രോപ്പിന് സമയം വരുമ്പോൾ പല അക്കൗണ്ട്സും ചെയ്യും, അവർ ചിലപ്പോൾ ഡിസ്ക്വാളിഫൈ ആക്കും, അല്ലെങ്കിൽ എയർ ഡ്രോപ്പിന് ക്വാളിഫൈഡ് അല്ല എന്നുള്ള രീതിയിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ പല പ്രോജക്റ്റുകളും ഇതുപോലെ ബാനിങ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇതിന് മുന്നേ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബേസിൽ, അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസിൻ്റെ ബേസിലാണ് നമ്മളൊരു 3 പോസിബിലിറ്റീസിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഇവർ കറക്റ്റായിട്ട് ഇവരുടെ അപ്ഡേഷനിൽ പറഞ്ഞ പോലെ ഇവർ ട്രാക്ക് ചെയ്യാനാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ ഒരു 3 റിസൾട്ട് ആയിരിക്കും ഫ്യൂച്ചറിൽ ഇങ്ങനത്തെ കീസ് യൂസ് ചെയ്തുള്ളവർക്ക് വരാം. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഇന്നലെ ഒന്ന് അപ്ഡേറ്റും ജസ്റ്റ് നോക്കാം. അപ്പോൾ ആ അപ്ഡേറ്റിൻ്റെ ഒരു ഏറ്റവും നല്ല പാർട്ട് എന്ന് പറയുന്നത് ഫസ്റ്റ് പേരാണ്. അത് അവരൊന്നുകൂടി ജസ്റ്റ് ഒന്ന് ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട് എന്തിനാണ് ഈ ഗെയിംസ് കൊണ്ടുവരുന്നുള്ളത്. അത് ഫസ്റ്റ് അവർ പറഞ്ഞത് ഒരു ഗെയിമിംഗ് എക്കോസിസ്റ്റം അല്ലെങ്കിൽ ഒരു ഹാംസ്റ്റർ എൻ്റർടൈൻമെൻറ്റ് എക്കോസിസ്റ്റം എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഗെയിംസ് കളിക്കാം. പിന്നെ അതുപോലെ തന്നെ അവർ അതിൻ്റെ ഒപ്പം ആഡ് ചെയ്തിട്ടുള്ള കേസാണ്, അതായത് ഫ്യൂച്ചറിൽ എന്താണ് ഇനി ഇതുപോലത്തെ ഗെയിംസ് അവർ വേറെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ആ ഗെയിംസിൽ ഒന്നുകിൽ ഹാംസ്റ്ററിൻ്റെ ഫാമിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നേടാൻ പറ്റും, മീൻസ് കീസ് നമുക്ക് ഗെയിമിൽ കിട്ടണ പോലെ. അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ എന്ത് ചെയ്യും, വേറെ പല ഗെയിംസും ഇൻട്രൊഡ്യൂസ് ചെയ്യും. ആ ഗെയിംസിൽ ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ ടോക്കൺസ് ജനറേറ്റ് ചെയ്യുന്നത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഗെയിംസ് കൂടി കൊണ്ടുവരുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് എത്രത്തോളം സക്സസ്ഫുൾ ആവും, അല്ലെങ്കിൽ ഇവർ പറഞ്ഞാൽ എത്രത്തോളം ജെനുവിനിറ്റി ഉണ്ടെന്നുള്ളത് ഇവർ തന്നെ തെളിയിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ അവർ ഇതൊക്കെ കൊണ്ടുവരുന്നത് എന്താണ്, ഒരു എക്കോസിസ്റ്റം, ഒരു ഗെയിമിംഗ് അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് എക്കോസിസ്റ്റം ഉണ്ടാക്കാനാണെന്ന് ഇവർ പറഞ്ഞു വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് കൂടാതെ ഇവർ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടെന്നാണ് ഫ്രോഡ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് എന്താണ് ഇവർ അധികം ഡീറ്റെയിൽസ് എന്ത് ചെയ്യണില്ല, നമുക്ക് ഡിസ്ക്ലോസ് ചെയ്യണില്ല. അപ്പോൾ അധികം ഡീറ്റെയിൽസ് ഡിസ്ക്ലോസ് ചെയ്യുന്നത് പറഞ്ഞാൽ ഇതിൽ എങ്ങനെയായിരിക്കും ഇതിൻ്റെ ആക്ഷൻസ് എടുക്കുക, അല്ലെങ്കിൽ അവർ എന്തായിരിക്കും മെക്കാനിസം അങ്ങനെയൊന്നും പറയണില്ല. പക്ഷേ അവർ എന്താണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, ഈ ജനറേറ്റ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ കീ ജനറേഷൻ സർവീസസ് ആൻഡ് റെക്കോർഡിംഗ് ഓൾ ആർട്ടിഫാക്ട്സ് ഒബ്റ്റൈൻഡ് ഡിസോണസ്റ്റ്ലി, അത് നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെ അക്കൗണ്ടിൽ റെഡീം ചെയ്തിട്ടുണ്ടാവല്ലോ ഒരു കോഡ്, അത് അവർ കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞു നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നോക്കേണ്ടത് ഇങ്ങനത്തെ കീസ് യൂസ് ചെയ്തുള്ള ആൾക്കാരുടെ മെയിൻ കൺസേൺ എന്ന് പറയുന്നത് അക്കൗണ്ട് ബാൻ ആവും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അക്കൗണ്ട് ബാൻ ആവും അതോ മറ്റു വേറെ പല കാര്യങ്ങളാവും ഉണ്ടാവുമെന്നാണ് നോക്കുന്നത്. അപ്പോൾ 3 പോസിബിലിറ്റീസ് ആണുള്ളത്. അപ്പോൾ ഫസ്റ്റ് പോസിബിലിറ്റി ഈ പറഞ്ഞതുപോലെ അക്കൗണ്ട് ബാനിങ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ അക്കൗണ്ട് ബാനിങ് എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ അവർക്ക് ഏറ്റവും ബെനിഫിറ്റ് ചെയ്യുന്നൊരു കാര്യം ഈ അക്കൗണ്ട് ബാനിങ് ആണ്. കാരണം ഫസ്റ്റ് റീസൺ നമുക്കറിയാം, എന്താണ് 300+ എന്താണ് മില്യൺ പ്ലെയേഴ്സ് ഉണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത്ര മില്യൺ പ്ലെയേഴ്സിന് കൊടുക്കുമ്പോൾ കിട്ടുന്ന എമൗണ്ടൊക്കെ ഭയങ്കര സ്മോൾ ആയിരിക്കും. അപ്പോൾ ഓൾറെഡി ഇത് കൊണ്ടുവന്നപ്പോൾ തന്നെ അതിൻ്റെ ഇതിൽ പറഞ്ഞിരുന്നു, അത് പ്ലേ ഗ്രൗണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞിരുന്നു ഇത് കൊണ്ടുവരുന്നത് എന്താണ് ഫേക്ക് ആയിട്ടുള്ളത്, ഇനാക്റ്റീവ് ആയിട്ടുള്ള അക്കൗണ്ട്സ്, അങ്ങനെ പല അക്കൗണ്ട്സും കണ്ടുപിടിക്കാനും അവരെ എലിമിനേറ്റ് ചെയ്യാനാണെന്ന് അവർ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് വെച്ചിട്ട് അവർ അക്കൗണ്ട്സ് ബാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് പ്ലെയേഴ്സിൻ്റെ എണ്ണം കുറയും, അതുപോലെ തന്നെ ഉള്ള പ്ലേയേഴ്സിന് കൂടുതൽ ടോക്കൺസ് കിട്ടും. സോ അത് അവർക്ക് ബെനിഫിഷ്യലാണ്. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും ബെനിഫിറ്റുള്ള കേസ് ഇപ്പോൾ പല പ്രോജക്റ്റുകളും നീട്ടി കൊണ്ടുപോകാണ് അവരുടെ എയർ ഡ്രോപ്പ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അത്തരം സിറ്റുവേഷനിൽ ഓട്ടോമാറ്റിക് കമ്മ്യൂണിറ്റി എന്താണ് ഫ്രസ്ട്രേറ്റഡ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സിറ്റുവേഷനിൽ അവർ അക്കൗണ്ട്സ് ബാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് കമ്മ്യൂണിറ്റിയുള്ള പലരും അവർ എന്താണ് ബാഡായിട്ട് അവർ ബാധിക്കെങ്കിലും പക്ഷേ ഇവരുടെ ക്രെഡിബിലിറ്റി കൂട്ടും ഈ ഒരു സ്പേസിൽ. കാരണം എന്താണ് ഫേക്ക് ആയിട്ടുള്ള പ്ലേയേഴ്സിനും അതുപോലെ തന്നെ ബോട്ട് അങ്ങനെ യൂസ് ചെയ്യുന്നവരൊക്കെ എന്താണ് ഇവർ ബാൻ ചെയ്യുന്നത് കാണുമ്പോൾ അതൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു മെസ്സേജാണ് പാസ് ചെയ്യുന്നത്, അങ്ങനെ വേണമെങ്കിൽ വിചാരിക്കാം. പക്ഷേ അത് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ ബാനിങ് ഇവർ നടത്തുകയാണെങ്കിലും ബാനിങ് നടത്താൻ ചാൻസ് 2 രീതിയിൽ. ഒന്ന് സഡൻ ആയിട്ടുള്ളത്, അതായത് ഇവരിങ്ങനെ ഒരു മെക്കാനിസം കൊണ്ടുവന്നു, ഇത്തരത്തിലുള്ള അക്കൗണ്ട്സ് ട്രാക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ആ ഒരു മെക്കാനിസം കൊണ്ടുവന്ന് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യണം, സഡനായിട്ട് ഈ അക്കൗണ്ട്സ് ബാൻ ചെയ്യണം. ഓക്കെ, സെക്കൻഡ് ചാൻസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ബാനിങ്ങിൽ തന്നെ സെക്കൻഡ് ഒരു ഓപ്ഷൻ എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഒരു ബാൻ ചെയ്യില്ല. കാരണം ഇപ്പോൾ ബാൻ ചെയ്ത് ഓട്ടോമാറ്റിക്കലി മിനിമം ഒരു 50 മില്യൺ അക്കൗണ്ട്സെങ്കിലും എന്ത് ചെയ്യും, ഇതിന് ബാൻഡായി പോകാൻ ചാൻസ് ഉണ്ട്. കാരണം ഇത് എല്ലാ പ്ലാറ്റ്ഫോംസിലും ഇതുപോലെ കീ ജനറേറ്റഡ് ആയിട്ട് കൊടുക്കുന്നതും പിന്നെ പോലെ കീ ജനറേഷനുള്ള ബോട്ട് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അത് ഇൻഫ്ലുവൻസേഴ്സും കൊടുക്കുന്നുണ്ട്, ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ പ്ലാറ്റ്ഫോംസിലും ഇത് അവൈലബിൾ ആയിട്ടുള്ളതുകൊണ്ട് തന്നെ എന്താണ് ഇതിൽ എക്സ്പോസ്ഡ് ആയിട്ടുള്ള അക്കൗണ്ട്സിന് എണ്ണം വളരെ കൂടുതലായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ
മിനിമം ഒരു പറഞ്ഞല്ലോ 50 മില്യൺ പ്ലെയേഴ്സെങ്കിലും ഇത് ഇങ്ങനത്തെ കീസ് കാര്യങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഒരു കീ യൂസ് ചെയ്താലും 10 കീ യൂസ് ചെയ്താലൊക്കെ സെയിം ആണെന്നാണ് ഇപ്പോഴത്തെ ഒരു ധാരണ. ഓക്കെ, അപ്പോൾ അതിൽ ക്ലാരിഫിക്കേഷൻ വന്നാൽ നമുക്ക് കൂടുതൽ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്ര മില്യൺ പ്ലെയേഴ്സൊക്കെ അഫക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ ഒറ്റയടിക്ക് അത്ര അക്കൗണ്ട്സൊക്കെ ബാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് എന്താണ് റിവേഴ്സായിട്ട് ഇവരായിരിക്കും അത് അഫക്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത്തരത്തിലൊരു ഡ്രാസ്റ്റിക്കുള്ളൊരു ടാസ്ക് അവർ ചെയ്യാതെ എന്താണ് ഇത് എയർ ഡ്രോപ്പിൻ്റെ ടൈം വരെ ഇവർ അങ്ങനത്തെ ആക്ഷൻ ഒന്നും എടുക്കാനുള്ള ചാൻസ് ഇല്ല. ഓക്കെ, പിന്നെ ബാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ എയർ ഡ്രോപ്പിൻ്റെ സമയത്തായിരിക്കും ബാൻ ചെയ്യുക. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാം, അതായത് എല്ലാ പ്രോജക്റ്റിൻ്റെയും എയർ ഡ്രോപ്പിൻ്റെ സമയത്ത് എന്ത് ചെയ്യും, ലാസ്റ്റ് ഒരു സെഷൻ വരുമ്പോൾ അവർ ഫാമിംഗ് സ്റ്റേജ് കഴിയുമ്പോൾ എന്ത് ചെയ്യും, 1-2 ദിവസമൊക്കെ അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറൊക്കെ അവരുടെ ആപ്പ് അവർ ഡൗൺ ആക്കി വയ്ക്കും. എന്നിട്ട് എന്ത് ചെയ്യും, പോയിൻറ്റ്സ് കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അവരൊരു അപ്ഡേഷൻ കൊണ്ടുവരും. ഓക്കെ, ആ അപ്ഡേഷൻ കൊണ്ടുവരുമ്പോഴാണ് ശരിക്കും എല്ലാ പ്രോജക്റ്റുകളിലും എന്താണ് ചിലർ ഡിസ്ക്വാളിഫൈ ആയിട്ട് കാണിക്കാം, ചിലർ അക്കൗണ്ട് ബാൻഡ് ആയിട്ട് കാണിക്കാം, അതുപോലെ എല്ലാവരും കറക്റ്റ് ടോക്കൺസ് കാര്യങ്ങളൊക്കെ കാണിക്കാം. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ ഇവർ എന്താണ് ഇത്ര ആൾക്കാരെ ബാൻ ചെയ്താൽ അതൊരു ഇഷ്യൂ ആയിട്ട് വരില്ല. കാരണം അറ്റ് ദ സെയിം ടൈം ബാക്കി എന്താണ് ഒരു 100-200 മില്യൺ പ്ലെയേഴ്സിന് എന്ത് ചെയ്യുന്നുണ്ടോ ടോക്കൺസ് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവർ ഹാപ്പി ആയിരിക്കും. അപ്പോൾ ഈ ഒരു 50 മില്യൺ പ്ലെയേഴ്സിന് കിട്ടിയില്ലെന്ന് വെച്ചിട്ട് അവർ കാണിക്കുന്നൊരു എന്താണ് ഒരു തിരിച്ച് കാണിക്കുന്നൊരു ഫ്രസ്ട്രേഷൻ അതിൽ മുങ്ങിപ്പോവും, ബാക്കിയുള്ളവരെ ഹാപ്പിനെസ്സിൽ മുങ്ങിപ്പോവും. ഓക്കെ, അപ്പോൾ ബാൻ ആക്കുകയാണെന്നുണ്ടെങ്കിൽ സഡൻ ആയിട്ടുള്ള ബാനിങ്ങും ഇവർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. പക്ഷേ അതിനുള്ള ചാൻസ് വളരെ കുറവാണ്, കാരണം യൂസേഴ്സിനെ നഷ്ടപ്പെടുത്താൻ അവർ ഒരുക്കാവില്ല. ഓക്കെ, അപ്പോൾ ബാൻ ആക്കുകയാണെന്നുണ്ടെങ്കിൽ എയർ ഡ്രോപ്പിൻ്റെ സമയത്തായിരിക്കും ഇത് അവർ മാക്സിമം ചെയ്യാം. ഓക്കെ, അപ്പോൾ സെക്കൻഡ് പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ കീസ് എടുത്ത് കളയലാണ്. അതായത് ഇങ്ങനെ ആർട്ടിഫിഷ്യലായിട്ട് റെഡി ചെയ്തുള്ള കീസ് എന്ത് ചെയ്യണം, അവർ ഒഴിവാക്കണം. അപ്പം അത് അങ്ങനെയാണെങ്കിൽ എന്താണ് വലിയ പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് വെച്ചാൽ കീസ് ഓട്ടോമാറ്റിക്കലി എയർ ഡ്രോപ്പിൽ എന്തായിട്ട് വരും, ടോക്കൺസ് കൂടുതൽ കിട്ടാനായിട്ട് ഹെൽപ്ഫുള്ളായിട്ട് വരുന്നു അവർ പറഞ്ഞു. അപ്പോൾ അത്തരത്തിലുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ ഇത്ര ദിവസത്തെ കീസ് എന്തായി നഷ്ടപ്പെടുത്തി, ഇതുപോലത്തെ ഫേക്ക് കീസ് യൂസ് ചെയ്തിട്ട് ഒരു ദിവസം 16 കീസൊക്കെയാണ് യൂസ് ചെയ്യുക, നമുക്ക് മാക്സിമം കിട്ടുക. അപ്പോൾ ഈ 16 ഫേക്ക് യൂസ് ചെയ്തവരുണ്ടാവും, ഡെയിലി ഫേക്ക് കീസ് റെഡീം ചെയ്ത് പോയിട്ടുണ്ടാവും. അപ്പോൾ അവരുടെ കീസ് എടുത്ത് കളയുമ്പോൾ ഇപ്പോൾ ഒരു കറണ്ടിൽ ഒരു 100 കീ ഉണ്ടെങ്കിൽ അതിൽ ചിലപ്പോൾ 90 കീ ചിലപ്പോൾ പോകും. ഓക്കെ, അപ്പോൾ അപ്പുറത്ത് ചിലപ്പോൾ ഒരു 40 കീയുള്ള ആളുണ്ടാവും. ഓക്കെ, പക്ഷേ ആളുടെ എല്ലാ കീസ് എന്താണ് ജെന്യൂൻ കീസ് ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ ഒരു പ്ലെയറിൻ്റെ അക്കൗണ്ട് എന്തായി മറ്റേ പ്ലെയേഴ്സിൻ്റെ അക്കൗണ്ട് വെച്ച് നോക്കുമ്പോൾ കൂടുതൽ ടോക്കൺസ് അങ്ങനെ കിട്ടും, ആ ഒരു പ്ലെയറിന് കിട്ടും. ഓക്കെ, അപ്പോൾ കീസ് എടുത്ത് കളയുമ്പോഴൊരു ശരിക്കും വരുന്ന ഡിഫറൻസ് ഇതാണ്, അക്കൗണ്ട്സിൽ അലോക്കേറ്റ് ആവുന്ന ടോക്കൺസ് എന്താണ് ജെന്യൂനായിട്ട് കളിച്ച പ്ലെയേഴ്സിന് കൂടുതലായിരിക്കും, അല്ലാത്ത പ്ലെയേഴ്സിൻ്റെ ഭയങ്കര ഡിഫറൻസ് വരും. ഓക്കെ, പിന്നെ തേർഡ് പോസിബിലിറ്റി എന്ന് പറഞ്ഞത് ഇങ്ങനത്തെ ഒരു മെക്കാനിസം ഇല്ല ഇപ്പോൾ കറൻറ്റ്ലി. ഓക്കെ, അതാണ് ഏറ്റവും സേഫ്. അത് ഇങ്ങനത്തെ ഒരു മെക്കാനിസം കറൻറ്റ്ലി ഇല്ല. കാരണം ഇപ്പോൾ എല്ലാ പ്രോജക്റ്റുകളിലും ഉള്ള ഒരു സംഭവമാണ് ടാസ്കുകൾ ചെയ്യൽ. അപ്പോൾ നമുക്കറിയാം ടാസ്കുകൾ ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തതിലും കൂടി മിക്ക പ്രോജക്റ്റുകളും എന്ത് ചെയ്യാൻ പറ്റും, പോയിൻറ്റ്സ് നമുക്ക് കിട്ടും. ടാസ്കുകൾ നമ്മൾ ജെന്യൂനായിട്ട് കംപ്ലീറ്റ് ചെയ്തതിലും പോയിൻറ്റ്സ് കിട്ടും. അപ്പോൾ അത് പല പ്രോജക്റ്റുകൾക്കും അതറിയാം, ഇവരിത് ടാസ്ക് ശരിക്കും കംപ്ലീറ്റ് ചെയ്യുന്നില്ല എന്ന്. ഓക്കെ, പക്ഷേ അത് ഒറ്റ പ്രോജക്റ്റിന് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനെതിരായിട്ടോ അല്ലെങ്കിൽ അത് ട്രാക്ക് ചെയ്യാനോ ക്രാക്ക് ചെയ്യാനോ അത്തരത്തിൽ പോയിൻറ്റ്സ് റെഡീം ചെയ്യുന്ന ആൾക്കാരുടെ പോയിൻറ്റ്സ് തിരിച്ചു പിടിക്കാനോ അല്ലെങ്കിൽ അവർ ഐഡൻറ്റിഫൈ ചെയ്യാനോ ഒരു മെക്കാനിസം ഇതുവരെ ഈ ഒരു സ്പേസിൽ ഉണ്ടായിട്ടില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്ര മില്യൺ പ്ലെയേഴ്സുള്ളൊരു ഗെയിം ആകുമ്പോൾ അതിൽ എന്താണ് ഇത്തരത്തിലുള്ള അക്കൗണ്ട്സിനെ ട്രാക്ക് ചെയ്യുക അങ്ങനത്തെ ഒരു മെക്കാനിസം അവർ ഓൾറെഡി കണ്ടെത്തി വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയാം. ചിലപ്പോൾ ഒരു എല്ലാവർക്കും ചിലപ്പോൾ വിശ്വസിക്കാൻ പറ്റുന്ന വരില്ല. അപ്പോൾ ഇത്തരത്തിലൊരു സിറ്റുവേഷനിൽ നിങ്ങൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഇവരുടെ ഒരു മെയിൻ ഒരു ഒബ്ജക്റ്റീവ് ആയിരുന്നതാണ് ഇങ്ങനത്തെ ഒരു സ്പേസ് കൊണ്ടുവരാം, ഗെയിംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അതുവഴി അവർക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കുക ഫിനാൻഷ്യലായിട്ടൊക്കെ. ഓക്കെ, അപ്പോൾ കീകൾ ആർട്ടിഫിഷ്യലായിട്ട് ജനറേറ്റ് ചെയ്ത് യൂസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താണ് ഇവർ വിചാരിച്ച രീതിയിലുള്ള ഔട്ട്പുട്ട് അല്ലെങ്കിൽ റിസൾട്ട് കിട്ടുന്നില്ല. കാരണം ആൾക്കാർ ഗെയിംസ് കളിച്ചാലാണ് എന്ത് ചെയ്യുള്ളൂ ഇവർക്ക് അതിൽ നിന്നൊരു റവന്യൂ കിട്ടുള്ളൂ. അപ്പോൾ ആൾക്കാർ ഗെയിം കളിക്കാണ്ട് തന്നെ ഇവർ കീ ഏൺ ചെയ്യുമ്പോൾ എന്താണ് ഇവരുടെ മെയിൻ ഉദ്ദേശം അവർ പാളിപ്പോവാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവരിങ്ങനെ ഒരു അപ്ഡേറ്റ് തരുന്നു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് 2 രീതിയിൽ എടുക്കാൻ പറ്റും. ഒന്ന്, അങ്ങനത്തെ ഒരു മെക്കാനിസം ഉണ്ടെന്ന് ബിലീവ് ചെയ്യുക. ഓക്കെ, ഇനി 2, അങ്ങനത്തെ ഒരു മെക്കാനിസം ഇല്ലയെന്ന് വിശ്വസിക്കാം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണെന്നല്ലോ ഉണ്ടെന്ന് വിശ്വസിക്കുകയാണെങ്കിലും നിങ്ങളില്ലാന്ന് വിശ്വസിക്കുകയാണെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയാണ്. ഇനി ഇവിടെ തൊട്ട് എന്ത് ചെയ്യരുത്, AI ജനറേറ്ററുള്ള കീസ് അല്ലെങ്കിൽ ഫേക്ക് കീസ് എവിടെ നിന്ന് നിങ്ങൾ യൂസ് ചെയ്യരുത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനത്തെ ഒരു മെക്കാനിസം അവർ ഉണ്ടാക്കിയിട്ടില്ല എന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്താണ് ഇനി ചിലപ്പോൾ അവർ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കും, ഇങ്ങനത്തെ ഒരു ട്രാക്ക് ചെയ്യാനായിട്ടൊരു മെക്കാനിസം ഉണ്ടാക്കാനാണെങ്കിൽ. അപ്പോൾ അങ്ങനത്തെ ഒരു മെക്കാനിസം ഉണ്ടാക്കുമ്പോൾ ആ മെക്കാനിസം വെച്ചിട്ട് ഇതുവരെ യൂസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇതുവരെ ഫേക്ക് കീസ് യൂസ് ചെയ്തിട്ടുള്ള പ്ലേയേഴ്സിനെ ട്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് നമുക്കറിയില്ല. ഓക്കെ, ചിലപ്പോൾ ഇനി അങ്ങോട്ട് യൂസ് ചെയ്യുന്ന അക്കൗണ്ട്സിനായിരിക്കും ചിലപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ട്രാക്ക് ചെയ്യാൻ പറ്റുക. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് വരുന്നതെങ്കിൽ നമ്മൾ ഇനി അങ്ങോട്ട് യൂസ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിനെ അത് ചിലപ്പോൾ ബാധിച്ചൊന്നും വരില്ല, അഫക്റ്റ് ചെയ്തൊന്നും വരില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും ഇത്ര കീസ് ഞാൻ യൂസ് ചെയ്തു, എൻ്റെ അക്കൗണ്ട് പോകണമെങ്കിൽ പൊക്കോട്ടെ എന്ന് വെച്ചിട്ട് ഇനിയും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഫേക്ക് കീസ് യൂസ് ചെയ്യാതിരിക്കുക. അപ്പോൾ ഒരു സ്ലൈറ്റ് പോസിബിലിറ്റി ആണത്. അപ്പോൾ കാരണം ഇത്രയും വലിയ യൂസേഴ്സുള്ള ഗെയിമാണ്. അപ്പോൾ എല്ലാവരുടെയും അക്കൗണ്ട്സ് കാര്യങ്ങൾ ട്രാക്ക് ചെയ്യൽ ഇമ്പോസിബിൾ ആണെന്നല്ല, കാരണം അവർ പോസിബിൾ ആക്കി എടുക്കാനും പറ്റും. കാരണം എന്താ വെച്ചാൽ ഈ ഒരു ഗെയിമിനെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ കറൻ്റ്ലി Web3 മൊത്തം എന്താണ് സഞ്ചരിക്കുന്നത്. ഇപ്പോൾ നോട്ട് കോയിനാണ് ഇതിലത്തെ ഒരു ഫസ്റ്റ് സക്സസ്ഫുൾ കാൻഡിഡേറ്റ് എങ്കിൽ കൂടി നോട്ട് കോയിൻ
യൂസേഴ്സിനേക്കാളും 10 ടൈംസ് ഒന്നുമില്ല. കാരണം ഇപ്പോൾ നമ്മൾ ഹാംസ്റ്റർ 300 മില്യൺ ക്രോസ് ചെയ്തു. ഓക്കെ, അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നോട്ട് കോയിൻ്റെ ഓൾമോസ്റ്റ് എന്തോന്നു ഒരു 20 ടൈംസ് 20 ഇരട്ടി 30 ഇരട്ടി യൂസേഴ്സാണ് ഇതിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ എയർ ഡ്രോപ്പ് നീണ്ടു പോകുന്നത് കാരണം. ഓക്കെ, കാരണം ഇവരിപ്പോൾ പിക്സൽ വേഴ്സ് പോലെയൊക്കെ ജസ്റ്റ് ഒരു ഡേറ്റ് പറഞ്ഞു, ആ ഡേറ്റിന് പറ്റില്ല, പിന്നെ വീണ്ടും നീട്ടിക്കൊണ്ട് പോകുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി 200 മില്യൺ 300 മില്യൺ പ്ലേയേഴ്സ് എന്ത് ചെയ്യും, ഈ ഒരു നറേറ്റീവ് തന്നെ ഫേക്കാണെന്ന് ചോദിക്കും. അപ്പോൾ അത് ഈ ഒരു ഗെയിമിന് മാത്രമല്ല അഫക്റ്റ് ചെയ്യാം, ബാക്കി ഇതിൻ്റെ പേരുള്ള പല ഗെയിംസിനും ബാഡായിട്ട് അഫക്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൊജക്റ്റ് അവർ സക്സസ്ഫുൾ ആക്കി മാക്സിമം ആൾക്കാരെ ബെനിഫിറ്റ് ചെയ്യുന്ന രീതിയിൽ ആക്കിയെടുക്കുക എന്നുള്ളത് അവരുടെ കൂടി ഒരു ബാധ്യതയാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു സ്കാമായിട്ട് അല്ലെങ്കിൽ ഒരു ഭയങ്കര ഒരു ഫ്ലോപ്പ് ഒരു എയർ ഡ്രോപ്പായിട്ട് പോയാൽ ഓട്ടോമാറ്റിക്കലി എന്താണ് ബാക്കിയുള്ള പ്രോജക്ട്സിനെ ഇത് അഫക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ ഒരു നറേഷൻ ഡെഡ് ആവാണ്ടിരിക്കാൻ പിന്നെ എന്ത് ചെയ്യേണ്ടി വരും, ഇവർ തന്നെ ടെലഗ്രാം തന്നെ അല്ലെങ്കിൽ ടോൺ തന്നെ നല്ല നല്ല പ്രോജക്റ്റുകൾ വീണ്ടും റേസ് ചെയ്തുകൊണ്ട് വരും. അപ്പോൾ ഇവർക്ക് കിട്ടിയ അത്ര എക്സ്പോഷർ വേറെ ഒറ്റ പ്രോജക്റ്റിനും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ബെസ്റ്റ് എയർ ഡ്രോപ്പ് എന്ന് വിചാരിക്കുന്ന നോട്ട് കോയിന് പോലും ഇത്ര എക്സ്പോഷർ വന്നിട്ടില്ല, അല്ലെങ്കിൽ ഇത്ര എക്സ്പോഷർ ടെലഗ്രാമിക്കോ അല്ലെങ്കിൽ ടോണിക്കോ വെബ്3 സ്പേസിക്കോ കൊണ്ടുവരാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കറണ്ട് ഒരു സ്പേസിലുള്ളൊരു ആൽഫ അല്ലെങ്കിൽ ഒരു മെയിൻ പ്ലെയർ എന്നുള്ള രീതിയിൽ ഹാംസ്റ്റർ കോമ്പാറ്റ് എന്തില്ല ഫെയിൽ ആവാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ അവരതിനനുസരിച്ചുള്ള ടാസ്കുകൾ ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡ്രാസ്റ്റിക്കായിട്ട് ഒരു 200-300 മില്യൺ പ്ലെയേഴ്സിനെ ട്രാക്ക് ചെയ്യുന്ന സിസ്റ്റം അവരുണ്ടാക്കേണ്ടവരാണെന്ന് ചിലപ്പോൾ അവർ ഉണ്ടാക്കി വരും. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ കറൻറ്റ്ലി യൂസ് ചെയ്യേണ്ടത് നിങ്ങൾ ഇനി എന്ത് ചെയ്ത് ഫേക്കായിട്ടുള്ള കോയിൻസ് യൂസ് ചെയ്യാതിരിക്കാം. ഓക്കെ, അതുപോലെ തന്നെ ബാൻ ആവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ 3 പോസിബിലിറ്റി ആണുള്ളത്. ഒന്നുകിൽ നിങ്ങൾ ബാൻ ആവും, സഡൻ ബാനിങ് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കുറവാണ്. എയർ ഡ്രോപ്പിൻ്റെ സമയത്താണ് മിക്കതും ഡിസ്ക്വാളിഫൈഡ് ആണെന്നുള്ളൊരു ന്യൂസ് വരാൻ ചാൻസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ അത് പക്ഷേ എങ്ങനെ വന്നാലും നമ്മളത് അതിശയിക്കാനൊന്നുമില്ല, ബാൻ ചെയ്യാനാണ് ഇവർ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ബാൻ ചെയ്യും എന്തായാലും. ഓക്കെ, പിന്നെ സെക്കൻഡ് പോസിബിലിറ്റി ആണ് കീസ് എടുത്ത് മാറ്റാനുള്ളതാണ്. അങ്ങനെ ഒരു കേസ് വരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു ഇഷ്യൂ ഇല്ല, കാരണം നിങ്ങളുടെ അക്കൗണ്ടോ നിങ്ങളുടെ പ്രവറോ മറ്റു കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് അഫക്റ്റ് ആവില്ല. നിങ്ങൾക്ക് ആ കൂടി അഫക്റ്റ് ചെയ്യുക കുറച്ച് കീസ് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താണ് അതിനനുസരിച്ച് എയർ ഡ്രോപ്പിൻ്റെ സമയത്ത് ഒരു ചെറിയൊരു ഡിസഡ്വാൻറ്റേജ് വരും, അത്രേ ഉള്ളൂ. ഓക്കെ, മൂന്നാമത്തെ കേസാണ് ഈ പറഞ്ഞത് മെക്കാനിസം. ഓക്കെ, ഇങ്ങനെ ട്രാക്കുള്ള മെക്കാനിസം ഇല്ലാതിരിക്കാം, ഉണ്ടാവാം, അല്ലെങ്കിൽ അവർ ഇത് ഡെവലപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ ഫർദറായിട്ട് ഇത്തരത്തിലുള്ള കീസ് യൂസ് ചെയ്യാതിരിക്കാം. നമ്മുടെ ഒറ്റ പ്ലാറ്റ്ഫോംസിലും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഇത്തരത്തിലുള്ള കീസ് കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. നമുക്ക് അറിയാണ്ടല്ല, കാരണം എല്ലാ പ്ലാറ്റ്ഫോംസിലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ക്രിപ്റ്റോനെ കുറിച്ച് റിസർച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. പക്ഷേ നമ്മൾ അതിൽ റിസ്ക് എലമെൻ്റ് ഉള്ളതുകൊണ്ടാണ് നമ്മളിത് ആർക്കും പറഞ്ഞു കൊടുക്കാണ്ട് അല്ലെങ്കിൽ അഡ്വൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ റിസ്കി ഫാക്ടർ ഒന്ന് നോക്കിയിട്ട് ചെയ്യാം, ഏത് പ്രോജക്റ്റിലാണെങ്കിലും.